ഒരു സംഗതി ഉണ്ടാക്കുന്നത് അതിൻ്റെ പുറകിൽ ഉണ്ടാക്കിയ ഒരാളുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണോ ബുദ്ധി, അതോ അത് തന്നെ ഉണ്ടാകും എന്ന് പറയുന്നതാണോ ബുദ്ധി? ഈ തന്നെ ഉണ്ടാകും എന്ന് പറയുന്നതിനും വേണമല്ലോ ഒരു ശാസ്ത്രീയത. എന്നെങ്കിലും നിരീശ്വരവാദികളോ യുക്തിവാദികളോ തന്നെ ഒരു സാധനം ഉണ്ടാകും എന്ന് പറയുന്നതിൻ്റെ ശാസ്ത്രീയത എവിടെയെങ്കിലും പറഞ്ഞതായി നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? അല്ലെങ്കിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുമോ? കണ്ടെത്താൻ പറ്റില്ല. തന്നെ ഉണ്ടായതാണ് എന്നല്ലേ ഇവർ പറയുന്നത്. ഇത് തന്നെ ഉണ്ടാകും, അതറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സഹോദരിയെ പരിചയപ്പെട്ടു. അല്പം പ്രായമുണ്ട്, 10-65 വയസ്സ് പ്രായമുള്ള ഒരു സഹോദരിയെ ഞാൻ പരിചയപ്പെട്ടപ്പോൾ എൻ്റെ വീട്ടിൽ അവർ വന്നപ്പോൾ അവർ പേസ് മേക്കർ വെച്ച ആളാണ്. പേസ് മേക്കർ പിന്നെ ഇംപ്ലാന്റ് ചെയ്ത ഒരു സഹോദരിയാണ് അവർ. അപ്പോൾ വേറെ പല കാര്യങ്ങളൊക്കെ സംസാരിച്ച കൂട്ടത്തിൽ ഞാനിങ്ങനെ പേസ് മേക്കർ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ചറിഞ്ഞു. അപ്പോൾ ഈ പേസ് മേക്കർ വെച്ച ആൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പേസ് മേക്കർ നമ്മുടെ ചെസ്റ്റിലെ പൾസ് ബീറ്റ്സ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. അതിന് ഏതാണ്ട് 2-3 ലക്ഷം രൂപ ചിലവ് വരും. അത് നമ്മുടെ ഈ ഇടത്തുവശത്ത് നെഞ്ചിൻ്റെ ഭാഗത്തായിട്ട് അത് ഇംപ്ലാന്റ് ചെയ്യണമെങ്കിൽ ഒരു ബാറ്ററിയും അതിൽ നിന്ന് പോകുന്ന 2 കോഡുകളുമാണ് ഈ പേസ് മേക്കറിലുള്ളത്. അത് ഹൃദയത്തിൻ്റെ പിന്നെ അറകളിലേക്ക് കടത്തി വയ്ക്കും. ഞാനതിൻ്റെ സാങ്കേതികത്വം പറയല്ല, അതാണ് പേസ് മേക്കർ എന്ന് പറയുന്നത്. അതിന് ഏതാണ്ട് 2 ലക്ഷം രൂപ മുതൽ ഏതാണ്ട് 4 ലക്ഷം രൂപ വരെ നമ്മുടെ രാജ്യത്ത് ചിലവ് വരും എന്ന് കണക്കാക്കപ്പെടുന്നു. ഈ സാധനം വെച്ചാൽ നമുക്ക് പിന്നെ സഞ്ചരിക്കൽ അത്ര എളുപ്പമല്ല. ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. അതിലൊന്നാമത്തെ നിയന്ത്രണമാണ് ഈ സൈഡിലാണ് ഇത് വയ്ക്കുക, അതുകൊണ്ട് ഈ കൈ പെട്ടെന്നൊന്നും മുകളിലേക്ക് പൊക്കാൻ പറ്റില്ല. ആ സ്ത്രീ പറയുന്ന, ഞാൻ കൈ ഇങ്ങനെ വയ്ക്കാറുള്ളൂ, എൻ്റെ കൈ ഇങ്ങനെ പൊക്കാൻ പറ്റില്ല. ഞാൻ വർഷങ്ങളായി 8 വർഷമായി ഇത് വെച്ചിട്ട് അതിൻ്റെ കാലാവധി തീർന്നു. അത് വെച്ച് അതിൻ്റെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തുന്നത് നമ്മുടെ ഈ പഴങ്ങനാട് ആശുപത്രിയിലെ പ്രഗത്ഭനായ പിന്നെ കാർഡിയോളജിസ്റ്റാണ്. അദ്ദേഹമാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ പറയുന്നു കൈ ഇങ്ങനെ പൊക്കാൻ പറ്റില്ല. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഭാരിച്ച പണിയെടുക്കാൻ പറ്റില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വെച്ചാൽ പിന്നെ അലക്കാൻ പറ്റില്ല. അടുക്കളയിൽ വലിയ പണിയെടുക്കാൻ പറ്റില്ല. ഇടിമിന്നലൊക്കെ ഉണ്ടാകുമ്പോൾ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ സമീപത്ത് പോകാൻ പറ്റില്ല. ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കാൻ പറ്റില്ല. മൈക്രോവേവ് ഓവൻ്റെ സമീപത്ത് പോകാൻ പറ്റില്ല. അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡുള്ള ഒരു സ്ഥലത്ത് ഇവർക്ക് പോകാൻ പറ്റില്ല. മറ്റൊരു സംഗതി, നമ്മുടെ വലിയ വലിയ മാളുകളിലുള്ള ഡിറ്റക്ടറുണ്ട്, അതിനിടയിലൂടെ കടന്നു ചെല്ലാൻ പറ്റില്ല. അങ്ങനെ കടക്കേണ്ടി വന്നാൽ അവരോട് താൻ ഇത് വെച്ചിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്തുകൂടി കടക്കാതെ പുറത്തുകൂടി പോകേണ്ടി വരും. അതേപോലെ തന്നെ അമ്പലങ്ങളിലും അതേപോലെയുള്ള സംഗതികളിലുമൊക്കെ അവർ പറയണം, ആരാധനകൾക്ക് പോകുന്ന സമയത്ത് നമസ്കരിക്കാൻ പറ്റില്ല എനിക്ക്, ഞാനതുകൊണ്ട് നമസ്കരിക്കാറില്ല ഇത് വെച്ചതിന് ശേഷം. ആ കയ്യിൽ പിടിച്ച് മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല. ആ സൈഡ് തിരിഞ്ഞ് കിടക്കാൻ പറ്റില്ല. ഇവർ പറയുന്നു, ഞാൻ വർഷങ്ങളായി ചരിഞ്ഞു കിടന്നിട്ട് ഞാൻ മലർന്നാണ് കിടക്കാറുള്ളത്. ചുമക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ കണ്ടിന്യൂസ് തുമ്മാൻ പറ്റില്ല. ഇങ്ങനെ ഒരുപാട് നിയന്ത്രണങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പേസ് മേക്കർ വെച്ച ഒരാളുടെ നിയന്ത്രണങ്ങളാണ് ഈ പറയുന്നത്. വൊമിറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അത് സ്റ്റോപ്പ് ചെയ്യണം. കാരണം ഈ സാധനം ഇവിടെ ഇരുന്ന് കൂടുതൽ അനങ്ങാനൊന്നും പറ്റില്ല. അതിൻ്റെ മോഡേൺ ആയിട്ടുള്ള വെർഷനൊക്കെ വന്നിട്ടുണ്ടാകും. ഇപ്പം ഇത് 8 കൊല്ലം മുമ്പ് വെച്ച സാധനത്തിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു പേസ് മേക്കർ ഈ പറയുന്ന ദൈവമുണ്ടോ, അതിന് ശാസ്ത്രീയമായ തെളിവെന്താണ് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളോട് നമുക്ക് വിനയപൂർവ്വം ചോദിക്കാനുള്ളത്, ഈ പേസ് മേക്കർ തനിയെ ഉണ്ടാകും എന്ന് നമ്മളാരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഇത്രയൊക്കെ പരിമിതികളുള്ള ഇത് വെച്ചാൽ ഹാർട്ടിൻ്റെ പ്രവർത്തനമല്ല നടക്കുക. ഹാർട്ടിൻ്റെ ബീറ്റ്സ് വർദ്ധിപ്പിക്കാൻ അത് ഉപകാരപ്പെടല്ല. ഹാർട്ടിൻ്റെ പണി അത് പേസ് മേക്കർ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ ഇത്രയും പരിമിതികളുണ്ട് ഒരു പേസ് മേക്കർ. ഈ പേസ് മേക്കർ ഇരിക്കുന്ന ആരോടെങ്കിലും ഈ പേസ് മേക്കർ അവിടെ തന്നെ വന്നതാണ് ഒരു സുപ്രഭാതത്തിൽ,
ഇവർക്ക് ഹാർട്ടിന് പ്രശ്നങ്ങൾ വന്നു, പ്രയാസപ്പെട്ടു. ഇങ്ങനെ കുറേ വർഷങ്ങളോളം അവരിങ്ങനെ കട്ടിലേൽ മലർന്ന് കിടന്നപ്പോൾ അവിടെ തന്നെ പേസ് മേക്കർ വന്നു എന്ന് പറഞ്ഞ് ലോകത്താരെങ്കിലും വിശ്വസിക്കോ? ഇല്ലല്ലോ. പോകട്ടെ, ഈ പേസ് മേക്കറിൻ്റെ പാർട്സുകളെല്ലാം അഴിച്ച് മാറ്റി ഒരു മുറിയിൽ 1 കോടി വർഷം വെച്ചു. നിങ്ങൾ ആരെങ്കിലും ഈ വലിയ വായിൽ ദൈവത്തിന് ശാസ്ത്രീയമായ തെളിവെന്താന്ന് ചോദിക്കുന്ന ഏതെങ്കിലും യുക്തിവാദിയോ അല്ലെങ്കിൽ ഈ മാന്യദേഹം സന്തോഷ് ജോർജ് കുളങ്ങര അടക്കം ഞാൻ പറയുന്നു, ഈ പേസ് മേക്കറിന്റെ പാർട്സുകൾ സെപ്പറേറ്റ് ആക്കി ഒരു മുറിയിൽ 1 കോടി കൊല്ലം അവിടെ വെച്ചാൽ ഏതെങ്കിലും ഒരു ദിവസം 1 കോടി കൊല്ലം തികയുന്ന ദിവസം ആ വാതിൽ തുറന്നു നോക്കിയാൽ അതെല്ലാം കൂടി ചേർന്ന് ഒരു പേസ് മേക്കറായി മാറുമോ? മാറുമെന്ന് ലോകത്ത് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? ആ വെച്ച സാധനം അവിടെ തന്നെ ഇരിക്കുന്നു എന്നല്ലാതെ അവിടെ നിന്ന് 1 ഇഞ്ച് പോലും അത് ഇങ്ങോട്ടുണ്ടാക്കാൻ നീങ്ങിയിട്ടുണ്ടാവും? അത് ഇല്ലല്ലോ. വാതിൽ തുറന്നിട്ട കാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പറന്നത് ചിലപ്പോൾ ചേർന്നിട്ടുണ്ടാകാം. അതിനുള്ള ഒരു സാധ്യതയും ഇല്ല എങ്കിൽ ആ പേസ് മേക്കറിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് ആ ഇരുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് 1 മില്ലിമീറ്റർ പോലും നീങ്ങിയിട്ടുണ്ടാകും എന്ന് ഇവർക്ക് തെളിയിക്കാൻ പറ്റുമോ ശാസ്ത്രീയമായിട്ട്? പറ്റില്ല. എങ്കിൽ ആ പേസ് മേക്കറിനേക്കാൾ സങ്കീർണമായ, അതീവ സങ്കീർണമായ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഹാർട്ട് താനെ ഉണ്ടായി എന്ന് വിശ്വസിക്കാൻ ഇവർ നിർബന്ധിതരാകുകയാണ് അതിലൂടെ. നമുക്ക് ആർക്കെങ്കിലും അത് വിശ്വസിക്കാൻ പറ്റുമോ? ഒരു പേസ് മേക്കറിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എങ്കിൽ അതീവ സങ്കീർണമായ ഒരു ഹൃദയം ലോകത്തെ മൊത്തം മനുഷ്യരുടെ ഇടതുവശത്ത് ചേർന്ന് നെഞ്ചിനകത്ത്, നെഞ്ചും കൂട്ടിനകത്ത് വളരെ സുരക്ഷിതമായി സംവിധാനിച്ച, എങ്ങോട്ട് വേണമെങ്കിലും ചരിയാം, എത്ര പ്രാവശ്യം വേണമെങ്കിലും ചുമക്കാം, എത്ര പ്രാവശ്യം വേണമെങ്കിലും ഛർദ്ദിക്കാം, എത്രമാത്രം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിലും അവിടെയൊക്കെ കടന്നു ചെല്ലാം, എത്രമാത്രം ഡിക്റ്ററിൻ്റെ ഇടയിലൂടെയും കടന്നു ചെല്ലാം, ഏത് ഭാരപ്പെട്ട സാധനം വേണമെങ്കിലും പൊക്കാം, എങ്ങോട്ട് ചരിഞ്ഞു വേണമെങ്കിലും കിടക്കാം, ഏത് മൊബൈൽ എവിടെ വെച്ച് വേണമെങ്കിലും വിളിക്കാം, നെഞ്ചത്ത് വെച്ച് വേണമെങ്കിലും മൊബൈൽ വിളിക്കാം, ഒരു പ്രശ്നവുമില്ല. ഇത്രയും സങ്കീർണമായി, ഇത്രയും സൗകര്യങ്ങളുള്ള ഒരു വസ്തു മനുഷ്യൻ്റെ നെഞ്ചകങ്ങളിൽ രൂപപ്പെട്ടത് ഒരു സൃഷ്ടാവുമില്ലാതെ തന്നെ രൂപപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുന്നതാണോ ശാസ്ത്രം? അതോ അതിൻ്റെ പുറകിലും ഒരു സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണോ ശാസ്ത്രം? അതല്ലേ, അതിൻ്റെ പുറകിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിക്കുന്നതല്ലേ ശാസ്ത്രം.